crochet. ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് ഈ ഒരു ക്രോഷേയുടെ ലേസ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് നമുക്ക് ബോർഡർ ആയിട്ട് യൂസ് ചെയ്യാം, നമ്മുടെ ഡ്രസ് മെറ്റീരിയൽസിനെയൊക്കെ മോഡിഫൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം, സാരിയുടെ പല്ലുവിന് വേണ്ടി വേണമെങ്കിൽ യൂസ് ചെയ്യാം, ടേബിൾ മാറ്റ്സിന് ബോർഡർ കൊടുക്കാനായിട്ട് യൂസ് ചെയ്യാം. ലേസ് എവിടെയെല്ലാം യൂസ് ചെയ്യാൻ പറ്റുമോ അവിടെയെല്ലാം നമുക്കിതൊരു ലേസിന് പകരമായിട്ട് നമ്മുടെ സ്വന്തം ഒരു ക്രിയേഷനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. ഈ ലേസ് ചെയ്യാൻ നമുക്ക് ഏത് ടൈപ്പ് യാൺ വെച്ചും ചെയ്യാൻ പറ്റുന്നതാണ്. അതിന് പാകത്തിനുള്ള ഹുക്കും യൂസ് ചെയ്താൽ മതിയാവും. ഞാനിവിടെ ഇപ്പോൾ കോട്ടൺ യാണാണ് യൂസ് ചെയ്യുന്നത്. അതിന് പാകത്തിനുള്ള 3mm ഹുക്കുമാണ് യൂസ് ചെയ്യുന്നത്. ഈ ലേസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫൗണ്ടേഷൻ ചെയിൻ വെച്ചാണ്. ഫൗണ്ടേഷൻ ചെയിൻ സ്ലിപ്പ് നോട്ട്. നമ്മൾ ചെയിൻസ് ഇടുമ്പോൾ മൾട്ടിപ്പിൾസ് ഓഫ് 14 വെച്ചാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് എത്രയാണോ നിങ്ങളുടെ ചെയിനിന് നിങ്ങളുടെ ലേസിന് ലെങ്ത് വേണ്ടത്, അല്ലെങ്കിൽ ബോർഡർ കൊടുക്കാനായിട്ട് എത്രയാണോ ലെങ്ത് വേണ്ടത്, അവിടെ വരെ നമുക്ക് മൾട്ടിപ്പിൾസ് ഓഫ് 14 എടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്. ഞാനിപ്പോൾ ഇവിടെ സാമ്പിളിന് വേണ്ടി 2 സെറ്റ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ 14 + 14 അതായത് 28 ചെയിൻസ് ആണ് ചെയ്യുന്നത്. ഇപ്പം ഞാനിവിടെ 28 ചെയിൻസ് ചെയ്തിട്ടുണ്ട്. 14 + 14 28. അപ്പം നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അവിടെ വരെ 14 + 14 + 14 ഇട്ട് ആഡ് ചെയ്ത് നമ്മുടെ ആവശ്യത്തിനുള്ള ലെങ്ത് എത്ര വരെ ചെയിൻസ് ചെയ്താൽ മതിയാവും. ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഡബിൾ ക്രോഷ്യ വെച്ചാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ എന്ന് പറയുന്നത് ചെയിൻ 3 ആയിരിക്കും. 4th ചെയിനിൽ ഒരു ഡബിൾ ക്രോഷ്യം കൂടി. അപ്പം നമ്മൾ ലേസിന്റെ സ്റ്റാർട്ടിങ്ങിൽ 2 ഡബിൾ ക്രോഷ്യയും എൻഡിങ്ങിലും 2 ഡബിൾ ക്രോഷ്യയും ഉണ്ടായിരിക്കുന്നതാണ്. നമ്മുടെ സ്റ്റാർട്ടിങ്ങിൽ 2 ഡബിൾ ക്രോഷ്യ വെച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ചെയിൻ 1 ചെയ്ത് ഒരു സ്റ്റിച്ച് സ്കിപ്പ് ചെയ്ത് നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷ്യ. ചെയിൻ 1 ഒരു സ്റ്റിച്ച് സ്കിപ്പ് ചെയ്ത് ഒരു ഡബിൾ ക്രോഷ്യ. അപ്പം നമ്മുടെ സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും ഈ ഒരു സെറ്റ് ഉണ്ടായിരിക്കുന്നതാണ്. ഇനി നമ്മൾ പാറ്റേൺ സ്റ്റാർട്ട് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ ഒരു സ്റ്റിച്ച് സ്കിപ്പ് ചെയ്ത് തൊട്ടടുത്തതിൽ നമ്മൾ ക്ലസ്റ്റർ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഡബിൾ ക്രോഷ്യ കംപ്ലീറ്റ് ചെയ്യുന്നില്ല, ഒരു ഡബിൾ ക്രോഷ്യയ്ക്കുള്ളത് യാൺ ഓവർ ചെയ്ത് ചെയ്യുന്നു. അപ്പോൾ 2 ഡബിൾ ക്രോഷ്യയുടെ ക്ലസ്റ്റർ ആണ് ചെയ്യുന്നത്. 2 ഡബിൾ ക്രോഷ്യ, ചെയിൻ 2, ആ സെയിം സ്പേസിൽ ഒരു ഡബിൾ ക്രോഷ്യ ക്ലസ്റ്ററും കൂടി. നമ്മുടെ പാറ്റേൺ ആയിട്ടുണ്ട്. ഈ പാറ്റേണിന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ചെയിൻ ഇടുന്നില്ല. ബാക്കി എല്ലാ സ്ഥലത്തും നമ്മൾ ഡബിൾ ക്രോഷ്യ കഴിയുമ്പോൾ ചെയിൻ 1 ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ ചെയിൻ 1 ചെയ്യുന്നില്ല, അതിനുശേഷവും ചെയിൻ 1 ചെയ്യുന്നില്ല. ഒരു സ്റ്റിച്ച് സ്കിപ്പ് ചെയ്ത് ഒരു ഡബിൾ ക്രോഷ്യ. ഇനി രണ്ട് പാറ്റേൺസിന് ഇടയ്ക്ക് നമ്മൾ 6 ഡബിൾ ക്രോഷ്യേഴ്സ് ആണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരെണ്ണം കഴിഞ്ഞു, ഇനി ഒരു 5 ഡബിൾ ക്രോഷ്യം കൂടി ചെയ്യണം. ഓരോന്നും ഓരോ സ്റ്റിച്ച് സ്കിപ്പ് ചെയ്ത് ചെയിൻ 1 ഒരു സ്റ്റിച്ച് സ്കിപ്പ് ചെയ്ത് ഡബിൾ ക്രോഷ്യ. ഇത് നമ്മൾ 5 ഡബിൾ ക്രോഷ്യേഴ്സ് ചെയ്യുന്നുണ്ട്. ടോട്ടൽ 6 ഡബിൾ ക്രോഷ്യേഴ്സ് ഉണ്ടായിരിക്കുന്നതാണ്. സ്റ്റാർട്ടിങ് നമ്മുടെ പാറ്റേൺ കഴിഞ്ഞുള്ള ഡബിൾ ക്രോഷ്യ, പിന്നെ 5 ഡബിൾ ക്രോഷ്യം കൂടി. ഇനി വീണ്ടും നമ്മൾ പാറ്റേൺ ആണ് ചെയ്യുന്നത്. ഒരു സ്റ്റിച്ച് സ്കിപ്പ് ചെയ്ത് ഇവിടെ ചെയ്ത പോലെ തന്നെ ഡബിൾ ക്രോഷ്യ ക്ലസ്റ്റർ, ചെയിൻ 2 ഡബിൾ ക്രോഷ്യ ക്ലസ്റ്റർ.
വീണ്ടും ഒരു സ്റ്റിച്ച് സ്കിപ്പ് ചെയ്ത് ഡബിൾ ക്രോഷ്യ. അപ്പോൾ എത്ര പാറ്റേൺസ് നിങ്ങൾ ചെയ്യുന്നുണ്ടോ ആ പാറ്റേൺസിലൊക്കെ 2 പാറ്റേൺസിന് നടുക്കെല്ലാം ഇതുപോലെ 6 ഡബിൾ ക്രോഷ്യേഴ്സ് വരുന്നത്. സ്റ്റാർട്ടിങ്ങിൽ മാത്രം നമ്മൾ 4 ഡബിൾ ക്രോഷ്യേഴ്സേ ചെയ്യുന്നുള്ളൂ. അതായത് സ്റ്റാർട്ടിങ്ങിൽ 2 ഡബിൾ ക്രോഷ്യ, പിന്നെ ചെയിൻ 1 ഇട്ട് 2 ഡബിൾ ക്രോഷ്യ. എൻഡിങ്ങിലും അതുപോലെ തന്നെ നിങ്ങളുടെ പാറ്റേൺ എൻഡ് ചെയ്യുന്ന സ്ഥലത്തും ഇതുപോലെ തന്നെ നമുക്ക് 3 ഡബിൾ ക്രോഷ്യ സെറ്റേ കിട്ടുള്ളൂ. ചെയിൻ 1 ലാസ്റ്റ് 2 സ്റ്റിച്ചിൽ നമ്മൾ ഒരു സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. 3 സ്റ്റിച്ച് ഉണ്ട്, അപ്പോൾ 2 ഡബിൾ ക്രോഷ്യേഴ്സ്. നമ്മുടെ ഫസ്റ്റ് റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയുള്ള റൗണ്ട്സിലെല്ലാം നമ്മൾ ചെയിൻ സ്പേസസിലേ വർക്ക് ചെയ്യുള്ളൂ. സ്റ്റിച്ചുകളിൽ ഒന്നും നമ്മൾ വർക്ക് ചെയ്യുന്നില്ല. ചെയിൻ സ്പേസസിൽ കൂടെ മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ചെയിൻ 4, ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ നമ്മൾ സ്കിപ്പ് ചെയ്തിട്ട് ഈ ചെയിൻ സ്പേസിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അവിടെ ഒരു ഡബിൾ ക്രോഷ്യ, വീണ്ടും ചെയിൻ 1, അടുത്ത ചെയിൻ സ്പേസിൽ ഒരു ഡബിൾ ക്രോഷ്യ. ഇനി നമ്മൾ ഈ ചെയിൻ 2 സ്പേസിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ നമ്മൾ ഇൻക്രീസ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 2 ഡബിൾ ക്രോഷ്യ ക്ലസ്റ്റേഴ്സ് ആണ് ചെയ്യാൻ പോകുന്നത്. ചെയിൻ 1 ഡബിൾ ക്രോഷ്യ ക്ലസ്റ്റർ, ഇതിപ്പോൾ നമ്മുടെ ഫസ്റ്റ് സെറ്റായി. ഇനി വീണ്ടും ചെയിൻ 3 ആണ് ചെയ്യുന്നത്. ആ സെയിം സ്പേസിൽ 2 ഡബിൾ ക്രോഷ്യ ക്ലസ്റ്റർ കൂടി. ചെയിൻ 1 ഡബിൾ ക്രോഷ്യ ക്ലസ്റ്റർ. ഇനി നെക്സ്റ്റ് ചെയിൻ സ്പേസ് എന്ന് പറയുന്നത് ഇവിടെയാണ്. അവിടെ നമ്മളൊരു ഡബിൾ ക്രോഷ്യ. ഈ രീതിയിൽ നമുക്ക് നമ്മുടെ സെക്കൻഡ് റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാം. സെക്കൻഡ് റൗണ്ട് നമ്മൾ എൻഡ് ചെയ്യുന്നത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ചെയിൻ 3യുടെ തേർഡ് ചെയിൻ്റെ മുകളിൽ ഡബിൾ ക്രോഷ്യ ചെയ്തിട്ടാണ്. ഫസ്റ്റ് റൗണ്ടിൽ നമുക്ക് 2 ക്ലസ്റ്റേഴ്സ് ഉണ്ടായി. സെക്കൻഡ് റൗണ്ട് വന്നപ്പോൾ അത് 4ആയി. ഓരോ സൈഡിലും ഓരോ ഡബിൾ ക്ലസ്റ്റേഴ്സ് നമ്മൾ ഇൻക്രീസ് ചെയ്തു. ഇനി നമ്മുടെ തേർഡ് റൗണ്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെയിൻ 3, ചെയിൻ സ്പേസിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അവിടെ ഒരു ഡബിൾ ക്രോഷ്യ, ചെയിൻ 1, ചെയിൻ സ്പേസിൽ ഡബിൾ ക്രോഷ്യ. വീണ്ടും നമ്മളിനി ഈ ചെയിൻ 3 സ്പേസിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ 3 ഡബിൾ ക്രോഷ്യ ക്ലസ്റ്ററിൻ്റെ സെറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പോൾ ഡബിൾ ക്രോഷ്യ ക്ലസ്റ്റർ 1, ചെയിൻ 1 ഡബിൾ ക്രോഷ്യ ക്ലസ്റ്റർ 2, ചെയിൻ 1 ഒരു ഡബിൾ ക്രോഷ്യ ക്ലസ്റ്റർ. ടോട്ടൽ 3 ഡബിൾ ക്രോഷ്യ ക്ലസ്റ്റേഴ്സ്. ചെയിൻ 3, ആ സെയിം സ്പേസിൽ വീണ്ടും 3 ഡബിൾ ക്രോഷ്യ ക്ലസ്റ്റർ. നമ്മൾ ആദ്യത്തേൽ 2 ഡബിൾ ക്രോഷ്യ ക്ലസ്റ്റർ ആയിരുന്നു. നെക്സ്റ്റിൽ 4 ഡബിൾ ക്രോഷ്യ ക്ലസ്റ്റേഴ്സ് ആയി. പിന്നത്തേൽ
6 ഡബിൾ ക്രോഷേ ക്ലസ്റ്റേഴ്സ് ആയി. വീണ്ടും ചെയിൻ സ്പേസിൽ ഡബിൾ ക്രോഷേ. ഈ രീതിയിൽ നമ്മുടെ തേർഡ് റൗണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഇവിടെ ഡബിൾ ക്രോഷേ ക്ലസ്റ്റേഴ്സ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് തന്നെ നമ്മുടെ ഡബിൾ ക്രോഷേസിന്റെ എണ്ണം കുറഞ്ഞു കുറഞ്ഞ് വരുന്നതാണ്. ഇവിടെ 6 ഡബിൾ ക്രോഷേസ് വെച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. നെക്സ്റ്റ് ലൈൻ വരുമ്പോൾ അത് 5 ആവും, പിന്നെ 4 ആവും, അങ്ങനെ 3, 2 അങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് വരുന്നതാണ്. അപ്പോൾ നമ്മൾ എൻഡ് ചെയ്യുന്നത് 2 ഡബിൾ ക്രോഷേസ് വെച്ചിട്ടാണ്. ഓൾട്ടർനേറ്റ് റോസിൽ നമുക്ക് ലാസ്റ്റിൽ 2 ഡബിൾ ക്രോഷേസ് കിട്ടുന്നതാണ്. ഓൾട്ടർനേറ്റ് റോസിൽ നമുക്ക് ചെയിൻ 1 സ്പേസിൽ ഒരു ഡബിൾ ക്രോഷേ ആണ് ഉണ്ടാവുന്നത്. നെക്സ്റ്റ് റൗണ്ട് വീണ്ടും ചെയിൻ 4 വെച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ചെയിൻ സ്പേസിൽ ഒരു ഡബിൾ ക്രോഷേ. ഇനി നെക്സ്റ്റ് ഇതിൽ നമുക്ക് 4 ക്ലസ്റ്റേഴ്സ് ഉണ്ടായിരിക്കുന്നതാണ്. അതായത് നമ്മുടെ 4th റോയിൽ 4 ഡബിൾ ക്രോഷേ ക്ലസ്റ്റേഴ്സ്, ചെയിൻ 4, 4 ഡബിൾ ക്രോഷേ ക്ലസ്റ്റർ. ഡബിൾ ക്രോഷേ ക്ലസ്റ്റേഴ്സ്. ഓരോ റൗണ്ട് പോകുന്തോറും നമ്മൾ ഡബിൾ ക്രോഷേസിന്റെ ക്ലസ്റ്റേഴ്സിന്റെ എണ്ണം കൂട്ടി കൂട്ടി വരുന്നുണ്ട്. ഫസ്റ്റ് 1 ആയിരുന്നു, 2 ആയി, 3 ആയി, ഇവിടെ 4 ആയി. ചെയിൻ 4, വീണ്ടും 4 ഡബിൾ ക്രോഷേ ക്ലസ്റ്റർ. ഇവിടെ ഡബിൾ ക്രോഷേസ് വരുമ്പോൾ 3 എണ്ണം ഉണ്ടായിരിക്കുന്നതാണ്. ഡബിൾ ക്രോഷേ, ചെയിൻ 1, ഡബിൾ ക്രോഷേ. ഡബിൾ ക്രോഷേസിന്റെ എണ്ണം കുറഞ്ഞു കുറഞ്ഞ് വരുന്നതാണ്. വീണ്ടും 8 ഡബിൾ ക്രോഷേ ക്ലസ്റ്റർ. ഇവിടെ എൻഡിൽ എത്തിയിട്ടുണ്ട്. ചെയിൻ സ്പേസിൽ ഡബിൾ ക്രോഷേ. ഇനി നമ്മൾ ലാസ്റ്റ് റോ ആണ്. ലാസ്റ്റ് റോയിൽ നമ്മൾ എൻഡിങ് ചെയ്യാൻ പോകുന്നത് ഒന്നിലെ ഇതുപോലെ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഡബിൾ ക്രോഷേ ക്ലസ്റ്റേഴ്സ് ചെയ്യാം. അതായത് 10 ഡബിൾ ക്രോഷേ ക്ലസ്റ്റേഴ്സ്. ഇപ്പം നമ്മളിവിടെ 10 ഡബിൾ ക്രോഷേ ക്ലസ്റ്റേഴ്സ് ചെയ്തിട്ടുണ്ട്. ഇടയ്ക്ക് ഓരോ ചെയിൻ 1ഉം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതുപോലെ വേണമെങ്കിൽ ഇതുപോലെ ലാസ്റ്റ് റോ ചെയ്യാവുന്നതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ ഇതിനിടയ്ക്ക് ഒരു പീക്കോ ഇട്ടിട്ടും ചെയ്യാൻ പറ്റും. ചെയിൻ സ്പേസിൽ ഡബിൾ ക്രോഷേ, ഇവിടെ നമുക്ക് 2 ഡബിൾ ക്രോഷേ കിട്ടുന്നതാണ്. ചെയിൻ 4 സ്പേസിൽ 5 ഡബിൾ ക്രോഷേ ക്ലസ്റ്റേഴ്സ് ചെയ്യാം. ഡബിൾ ക്രോഷേ ക്ലസ്റ്റേഴ്സ് ആയി. ഇടയ്ക്ക് ഓരോ ചെയിൻ 1 ചെയ്തു. ഇനി ഇവിടെ നമുക്കൊരു ചെയിൻ 3 ലാസ്റ്റ് ഡബിൾ ക്രോഷേ ക്ലസ്റ്ററിൻ്റെ ഇവിടെ നമുക്കൊന്ന് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. വീണ്ടും 5 ഡബിൾ ക്രോഷേ ക്ലസ്റ്റേഴ്സ്. ഓരോ ക്ലസ്റ്ററിന് ഇടയിലും ഓരോ ചെയിൻ സ്പേസ്. അഞ്ച് ക്ലസ്റ്റേഴ്സ് ആയി. എൻ്റെ ഇത് ചെയിൻ 1 സ്പേസിൽ ഡബിൾ ക്രോഷേ, ചെയിൻ 3യുടെ മുകളിൽ ഒരു ഡബിൾ ക്രോഷേ. ചെയിൻ 1 ചെയ്ത് നമുക്ക് യാണിനെ കട്ട് ചെയ്ത് മാറ്റാം. അപ്പം നിങ്ങൾക്ക് ഈ പാറ്റേൺ വേണമെങ്കിൽ യൂസ് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലും ചെയ്യാൻ പറ്റുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ ടേക്ക് കെയർ, സ്റ്റേ സേഫ്, ബൈ.